സമയത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുടിയന്മാർക്കൊക്കെ ലൈസൻസ്, ഭാര്യയുടെ ഒക്കെ ലൈസൻസ് കിട്ടുന്ന ദിവസമായി ഓണം എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അത് അനുവദിക്കുന്നില്ല. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന്റെ സന്നിധി അവനെ സ്തുതിച്ച് അവനെ ആരാധിപ്പാനാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനും പാസ്റ്ററും ഷെർലി സിസ്റ്ററും ഒക്കെ കാണത്തുള്ളൂ ഇവിടെ. എന്നാൽ ദൈവം ഞങ്ങൾക്ക് നല്ല ആലോചന തരും. ഒരാൾ ബലഹീനനായിരിക്കുമ്പോൾ മറ്റവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങളെ കൈ താങ്ങുന്ന ഒരു യേശു ഇതിനകത്ത് കടന്നു വരും. ജീവിതത്തിൽ പല പ്രയാസങ്ങളും കടന്നു വന്നപ്പോഴൊക്കെയും ഞങ്ങളെ കരം താങ്ങിയ ആ ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ പറ്റി വലിയതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാം വാതിൽ കടന്നു, രണ്ടാം വാതിൽ കടന്നു കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. പത്രോസ് വിചാരിച്ചു അവൻ സ്വപ്നം കാണുക എന്നാണ് വിചാരിച്ചത്. നമ്മളും അങ്ങനെയാ. ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ച് ഇത്രയും മതി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുക. ഹല്ലേലൂയ. അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചവന്റെ വിശ്വസ്തത അനുസരിച്ച് അവന്റെ വാക്കിന് നമ്മൾ വലയിറക്കുന്നവരായി തീരുവാനിടയായിത്തീരണം. ഒരു വാതിലും രണ്ട് വാതിലും കടന്നു കഴിഞ്ഞാൽ നീ പുറത്ത് വരത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പലതും ജീവിതത്തിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞ് നമ്മൾ പറയും ഇത്രയും മതി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അതിര് കൊടുത്ത് നിർത്തിയിരിക്കുക. എന്നാൽ മൂന്നാം വാതിൽ കടക്കുവാൻ തക്കവണ്ണം ഉള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ മാത്രമേ ആ ദൂതൻ നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇടയായിത്തീരത്തുള്ളൂ. കള്ളുകൂടി കഴിഞ്ഞു, കള്ളുകൂടി നിർത്തി, സിഗരറ്റ് വലി നിർത്തി. മൂന്നാം വാതിൽ അത് കഴിഞ്ഞാണ് നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുന്ന കഷ്ടമൊക്കെ നമുക്ക് വരുന്നത്. ഈ കഷ്ടത്തിൽ നിൽക്കുവാനുള്ള ഹല്ലേലൂയ ബലം നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മൂന്നാം വാതിൽ നീ കടന്നില്ല എങ്കിൽ ദൂതൻ മുന്നേ വന്ന് തുറക്കാൻ ശക്തനാ. മൂന്നാം വാതിൽ നീ കടക്കുവാൻ ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമുക്ക് വായു ഓക്സിജനും ഒക്കെ തന്നിട്ടുണ്ട്. നീ പറയാ എനിക്ക് ഓക്സിജൻ ശ്വസിക്കാൻ മനസ്സില്ല, ഞാൻ മൂക്കടച്ച് പിടിച്ചു കഴിഞ്ഞാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ നീ അവിടെ വീഴുവാനായിട്ട് ഇടയായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ വിളിക്കനുസരിച്ച് അവന്റെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിപ്പാൻ നമ്മൾ ഇടയാക്കി തരണം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹല്ലേലൂയ ഇവിടെ ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ ദൈവം എനിക്ക് തന്ന ചെറിയ ആലോചന അന്ന് ഞാനിവിടെ പറയുവാൻ ഇടയായി തീർന്നു. 2 രാജാക്കന്മാർ 4-ാം അധ്യായം. അതൊന്ന് ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ ഇവിടെ ഇരിക്കുന്ന എത്ര ഭാര്യമാർക്ക് പറയാൻ പറ്റും എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു? ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയുവാൻ പ്രാഗൽഭ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു പുരുഷനെ പറ്റി സാക്ഷ്യം പറയേണ്ടത് സഭയല്ല, അവന്റെ ഭാര്യയായിരിക്കണം അവനെ പറ്റി സാക്ഷ്യം പറയേണ്ടത്. നമുക്കൊക്കെ പല മുഖമാണ്. സഭയിൽ വരുമ്പോൾ നമുക്കൊരു മുഖം, എല്ലാം ഹല്ലേലൂയ സ്തോത്രം എല്ലാം ഉണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ തരികിടവും. ഇതാ അങ്ങനെയല്ല. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് ഹല്ലേലൂയ. ആ മരിച്ചുപോയ പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം, അവൻ ദൈവഭക്തനായിരുന്നു. അങ്ങനെയുള്ളവന്റെ ഭവനത്തിൽ എത്ര കടമാണെങ്കിലും ഹല്ലേലൂയ ദൈവം അത് വീട്ടുവാൻ ശക്തനാണ്. ദൈവത്തിനെ നമ്മുടെ കടങ്ങൾ വീട്ടുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് കടക്കാരായിരിക്കുക. ഒന്നിനല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിൽ, ഒന്നുമില്ലെങ്കിൽ സ്നേഹത്തിൽ.
നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവർ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകും, നമ്മൾ പ്രയാസപ്പെട്ടു പോകും. നമ്മൾ പ്രതിഫല ഇച്ഛ കൂടാതെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് കാണുവാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനല്ല എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഞാൻ അല്ല, ഹല്ലേലൂയ, നമ്മളോ കുറയണം, എന്റെ യേശുവോ വളരണം നമ്മിൽ. അതാണ് നമ്മളെ ഹല്ലേലൂയ ഭരിക്കേണ്ട കാര്യം. ഹല്ലേലൂയ. അതാണ് പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ ദാസനായിരുന്ന എന്റെ ഭർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാഗൽഭ്യത്തിലേക്ക് ഹല്ലേലൂയ നമ്മുടെ സഭയിലെ ഓരോ അംഗങ്ങളും വളരുവാനായിട്ട് ഇടയായിട്ട്. ഇപ്പം സുനി സിസ്റ്ററോട് ചോദിക്കുക, സാമിനെ പറ്റി ചോദിച്ചാൽ എത്ര % സുനി സിസ്റ്റർ അതിന് മാർക്ക് കൊടുക്കുവാൻ ഇടയായിട്ട്, അല്ലെങ്കിൽ ഷെർലി സിസ്റ്റർ പാസ്റ്ററെ പറ്റി ചോദിച്ചാൽ എത്ര %, അല്ലെ എന്റെ പറ്റി ഗ്രേസിയോട് ചോദിച്ചാൽ എത്ര %. അത് ഞാൻ ഇല്ലാത്തപ്പം ചോദിക്കണം. ഞാൻ ഉള്ളപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ സൂചിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. ഹല്ലേലൂയ. എന്നാൽ ദൈവം ചോദിച്ചാൽ നീ എന്ത് പറയും? ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഹല്ലേലൂയ, 84 ബോംബെ വന്നതാ. 20 വയസ്സേ ആയിട്ടുള്ളൂ. സാന്ദ്രമോളും ഇനി ആ അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നു പോകാൻ പോവുക. ഒത്തിരി നമ്മുടെ താഴ്ചകളും വീഴ്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. ദൈവത്തെ അറിയാറാണ് നടന്നത്. എന്നാ പൗലോസിനെ വിളിച്ചതുപോലെ ദൈവം ഒന്ന് വിളിച്ചു. നിൽക്കുന്നിടം കാണാൻ വയ്യാതായിപ്പോയി. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അവിടെ വെച്ച് തുടങ്ങുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാലും മനസ്സിൽ അവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടിയ ചെറിയ വിത്തുണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവമേ എന്നുള്ള വിത്ത്, അമ്മ കാലിന്റെ കീഴിൽ എപ്പോഴും വന്നിരുന്ന് കരയുന്ന ആ കരച്ചില്, ഹല്ലേലൂയ, ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി കരയുന്ന നീ ഓർത്തു കഴിഞ്ഞാൽ നിനക്ക് വഴിവിട്ട് നടക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഭയങ്കര നാട്ടിലും ഭയങ്കര തരികടയായിട്ട് നടന്ന സമയമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അമ്മയുടെ പ്രയാസം കാരണം ഹല്ലേലൂയ വൈകിട്ട് 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഭവനത്തിന്റെ ഉള്ളിലായിരിക്കും. ഹല്ലേലൂയ. കാരണം എന്റെ മാതാവ് എന്നെ ഓർത്ത് വിഷമിക്കരുത്. ഈ 6 മണി കഴിഞ്ഞാണ് പിശാച് മിക്കവാറും എല്ലാവരുടെയും കൂടെ കൂടുന്നത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ ആയിരുന്നാലും ഏത് ദേശത്തായിരുന്നാലും ഹല്ലേലൂയ, നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്കൊരു കോട്ടയായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീരത്തില്ല. ഇവിടെ വന്നു ഹല്ലേലൂയ, ഏകദേശം 84 ഇവിടെ വന്നു, ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്തു. ഹല്ലേലൂയ. കുറച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കർത്താവ് എന്റെ കാലം ഓടിച്ചു. എന്തിനാ ഓടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവദാസന്മാർ വീട്ടിൽ വരുമ്പോൾ ഞാൻ അന്നേരമായിരിക്കും ജോലി കഴിഞ്ഞ് ഒരു കുപ്പിയുമായിട്ട് ഹല്ലേലൂയ വീട്ടിലേക്ക് ആ അലമാരിയോട് ചേർത്ത് നിർത്തി മുട്ടുവെച്ച് അങ്ങ് ഇടിക്കും. എനിക്കിഷ്ടമല്ല അവർ വരുന്നത്. കാരണം മുമ്പേ വാസ്തു പറഞ്ഞതുപോലെ പിശാച് നമ്മുടെ ദേഹത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല. അതിനാണ് ദേവദാസൻ പറഞ്ഞത് ഹല്ലേലൂയ, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദാസനെ വീട്ടിൽ വരുത്തുമ്പോൾ ഹല്ലേലൂയ പിശാചിന് ഇഷ്ടമല്ല. എന്റെ സുബോധം പറയാൻ ഇതെങ്ങനെ ഒന്ന് അകത്താക്കണം എന്നുള്ള ആ വാഞ്ചയാണ് എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാല് ദൈവം അവിടെ വെച്ച് ഓടിച്ചു. ദൈവം ആർക്കും കടക്കാരനൊന്നുമല്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് എന്നെയും കൊണ്ട് ഈ കഴുതയും കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആ ആവശ്യമുള്ളത് കൊണ്ട് കർത്താവ് എന്നെ ഓടിച്ച് എന്നെ കിടത്തിക്കളഞ്ഞു. ആ കിടപ്പ് ഹല്ലേലൂയ, നിനക്ക് മലവിസർജനം ചെയ്യണമെങ്കിൽ വേറൊരാളെ ഹല്ലേലൂയ കൂടെ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ശാന്തിനഗറിലെ വീട്ടില് ഹല്ലേലൂയ 3 അടി വിസ്താരത്തിലേ ഉള്ളൂ നമ്മുടെ ടോയ്ലറ്റ്. എന്റെ കാലയെ വെച്ച് കെട്ടിയിരിക്കുന്ന, നീളത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്ന 3.5 അടി നീളം. അന്നേരം ഗ്രേസിൽ അനിയത്തി സുമയൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ള സമയമാണ്. എനിക്ക് അവിടെ കൊണ്ട് പോകാൻ ഒക്കുവോ? ഹല്ലേലൂയ. കാരണം രാവിലെ എനിക്ക് ഹല്ലേലൂയ എനിക്ക് തോന്നിയാല് എനിക്ക് പോകാൻ പറ്റുന്ന എപ്പോഴാണെന്ന് അറിയാമോ? മോൻസി വരണം കോളേജിൽ നിന്ന്.
അവിടെ കിടന്ന് ഇഷ ഇത്ര എല്ലാം നമ്മൾ വരയ്ക്കും. നീ ദൈവത്തിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നോ അത്രമാത്രം നിനക്ക് കഷ്ടം ഈ ലോകത്തിലുണ്ട്. ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നോ അവൻ നിന്നെ സ്നേഹിക്കും. അവൻ നിന്നെ ഏത് കഷ്ടത്തിൽ നിന്നല്ല 7 കഷ്ടത്തിൽ നിന്നും വിടുവിപ്പാനുള്ള ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഹല്ലേലൂയ നമ്മുടെ സമയത്തിന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പാടി ആരാധിക്കുകയും നമ്മുടെ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞതുപോലെ ഹല്ലേലൂയ TV പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് എപ്പോഴും ദേശീയ എന്നോട് പറയും, ആ പ്രോഗ്രാം കഴിഞ്ഞു വന്നാൽ ദൈവം വരാൻ സമയമായെന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മൾ ഏത് സ്ഥാനം കൊടുക്കുന്നോ ആ സ്ഥാനത്തിൽ നിന്നാണ് ഹല്ലേലൂയ നമ്മൾ ഏത് കഷ്ടത്തിലായാലും ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. കഷ്ടമില്ലാത്തത് ഈ ലോകത്തിൽ ഇല്ല. എന്നാൽ ആ കഷ്ടത്തിലും പാട്ട് പാടുന്നതാണ് ദൈവത്തിന്റെ ഭക്തൻ. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡയാലിസിസിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിഡ്നി രണ്ടും പോയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മോളെ അകത്ത് കയറ്റിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ഈ മനുഷ്യൻ 1 വർഷത്തിനകം പോക്കാന്ന് പറഞ്ഞു. അതിനു മുമ്പേ എനിക്ക് ഇൻഷുറൻസ് തരാനായിട്ട് ഇൻഷുറൻസ് കമ്പനി എടുത്തിട്ട് ഈ തുക വിട്ട് എന്നെ പരിശോധിപ്പിക്കാൻ മെഡിക്കലിന് വേണ്ടി വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം 15-ാം ദിവസം ഞാൻ കൊടുത്ത പൈസ തിരിച്ചു വന്നു. റിപ്പോർട്ട് വളരെ മോശം. പൈസ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6-7 വർഷമായി. ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ട് അല്ല എന്നെ പറ്റി. എന്നെ ഒരു കാലത്ത് വിളിച്ച ദൈവം ഉണ്ടല്ലോ, ആ ദൈവം ഒരു റിപ്പോർട്ട് എനിക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിച്ചാലും ഹല്ലേലൂയ എന്റെ മക്കള് എന്റെ ഭാര്യ പറയണം, ഹല്ലേലൂയ അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു എന്ന് പറയുവാൻ ഇടയായി തീരണം. അവരവരുടെ ഭാര്യമാര് ഹല്ലേലൂയ മറ്റുള്ളവരെ ആർക്കും വിധിപ്പാനായിട്ട് യോഗ്യതയില്ല. അവരവരുടെ ഭാര്യമാര് ദൈവസന്നിധിയിൽ പറയുവാൻ ശക്തരായി തീരണം. ഹല്ലേലൂയ. കർത്താവേ, എന്റെ മക്കളെ കടക്കാർ പിടിച്ചോണ്ട് പോകാൻ പോവാ, ഇനി ഒരു നിവൃത്തിയില്ല. നേരം ചോദിക്കുന്നു, നിന്റെ വീട്ടിലെ എന്താവും? നമ്മുടെ ഒരു ചെറിയ ശേഷിപ്പ്, ദൈവത്തിന്റെ ഭക്തി നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ചെറിയ കാര്യം നമ്മൾ ശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പൊലിപ്പിച്ചു തരാൻ ദൈവം ശക്തനാണ്. നമ്മളെപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ നമ്മളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളാണോ നമ്മളാണ് ഈ ലോകത്തിൽ ഏറ്റവും ഹല്ലേലൂയ ധനികര്. നമ്മൾ ഭാഗ്യമുള്ളവരാ. ഹല്ലേലൂയ. എനിക്ക് ഗ്ലെൻമോനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. ഹല്ലേലൂയ. എന്ത് കാര്യം പറഞ്ഞാലും മോൻ പറയും, ഞാൻ എന്റെ പപ്പയോട് ചോദിക്കട്ടെ. എന്ത് കാര്യം പറഞ്ഞാലും ചോദിക്കും, ഞാൻ എന്റെ പപ്പായോടൊന്ന് ചോദിക്കട്ടെ. ഹല്ലേലൂയ. ആ ഒരു ബേസ് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഏത് ഇപ്പൊ ആകിഷ്മോൻ ദുബൈയിലാ. എനിക്ക് മിനിഞ്ഞാന്നോട്ട് വലിയ ഇതാ, കാരണം അവർക്ക് ഒത്തിരി കൂട്ടുകാരും ഒക്കെ ഉണ്ട്. ഓണത്തിന് എവിടെയെങ്കിലും സദ്യ ഒരുക്കാനോ സദ്യ കഴിക്കാനോ പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് ഹല്ലേലൂയ 3-4 ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഇതകത്ത് കയറിയാൽ ഇറങ്ങാൻ വലിയ പാടാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അതാണ് പറഞ്ഞു പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഇത് പാപമാ, അല്ലെങ്കിൽ ഇത് നിന്റെ ദേഹത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാ. ഇത് അവർ കൊച്ചു കുഞ്ഞുങ്ങൾ, അവർ പല രീതിയിൽ ഹല്ലേലൂയ നടക്കുന്നവരാ. പല ശക്തികൾ അവരെ ആവഹിക്കാൻ ഇത് കൊതിച്ചിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുന്നിലുള്ള എരിഹോ വീഴണമെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആർപ്പിട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ ആർപ്പിടണം. അതെങ്ങനെയാ ആർപ്പിടണ്ടേ? കർത്താവ് പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് ആർപ്പിട്ടാലേ എരിഹോവും അതിൽ ഹല്ലേലൂയ നമ്മുടെ കീഴിലാണ്. നമ്മൾ ആർപ്പിടാൻ പറയുമ്പോ ഹല്ലേലൂയ നമുക്ക് ആവലാതിയും വേവലാതിയോ, ഇത് നമ്മൾ അലച്ചാൽ എങ്ങനാ വീഴുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത് ശബ്ദിച്ചാൽ എങ്ങനാ വീഴുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഭരിച്ച് ഹല്ലേലൂയ പിശാച് നമ്മളിൽ പ്രവേശിക്കാൻ ഇടയായി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ നമുക്ക് ഒത്തിരി ഹല്ലേലൂയ സമ്പത്തും കാര്യങ്ങളും ഒക്കെ തന്ന പിശാച് നമ്മളെ പോഷിപ്പിച്ച് നിർത്തും. എന്നാൽ എങ്ങനെയാണെന്നറിയാം, നോയമ്പുഴിക്ക് അറക്കാൻ നിർത്തിയിരിക്കുന്ന പോത്തുപോലെ നാളെ കശാപ്പെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ തലേ ദിവസത്തും അതിന്റെ മുന്നിലുള്ള ദിവസങ്ങളിലെ
ഇഷ്ടം പോലെ തീറ്റിയും ഇഷ്ടം പോലെ നല്ല നല്ല ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർക്കും ഹല്ലേലൂയ ദൈവത്തിൻ്റെതാണ്. അല്ല, നിന്നെ അറക്കുവാനായിട്ടാണ്. ഹല്ലേലൂയ നാളെ നിനക്ക് നോയമ്പീടിയ നിന്റെ ഹല്ലേലൂയ കശാപ്പ. അതുകൊണ്ടാണ് നിനക്ക് ഹല്ലേലൂയ പെട്ടെന്നുള്ള ഉയർച്ച. ആരും പെട്ടെന്നുള്ള ഉയർച്ച പ്രാപിപ്പാൻ ഹല്ലേലൂയ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ നമുക്ക് പടിപടിയായി ദൈവം തരുന്ന ഉയർച്ച, അത് ഹല്ലേലൂയ ഇന്നത്തേക്കുള്ള ആഹാരം ഇന്ന് കർത്താവ് തരും. കർത്താവ് അതാ വാക്ക് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് അന്നേക്കുള്ള ആഹാരം ഞാൻ തരും. നമ്മള് അടുത്ത വർഷം ഈ സമയത്തേക്കുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അതിമോഹം നമ്മളെ അബദ്ധത്തിൽ ചാടിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഈ മരിച്ചുപോയ മനുഷ്യൻ ഹല്ലേലൂയ അതിമോഹം ഉള്ളവനല്ലായിരുന്നു. എന്നാലും ഒരു കൂടെ എണ്ണ അവന്റെ വീട്ടിൽ ശേഷിപ്പാൻ ഇടയായി തീർന്നു. ആ ഒരു കൂടെ എണ്ണ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ ജീവിതകാലം മൊത്തം ഹല്ലേലൂയ ജീവിക്കുവാനുള്ള ഹല്ലേലൂയ ധനം ഉണ്ടാക്കുവാൻ കർത്താവ് അതിൽ നിന്ന് മാർഗം തരും. അത് സത്യസന്ധമായി ശേഖരിച്ച എണ്ണയായിരിക്കണം. ഒരുത്തനെ പറ്റിച്ചോ, ഒരുത്തനെ കളിപ്പിച്ചോ, ഹല്ലേലൂയ ദശാംശം ഒക്കെ മേടിച്ച് ഹല്ലേലൂയ പല രീതിയിൽ നടക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഇന്നും ദൈവത്തെ വിൽക്കുന്ന ഹല്ലേലൂയ യൂദായേക്കാൾ കഷ്ടമായ ദൈവദാസന്മാർ ഹല്ലേലൂയ നമ്മുടെ ഇടയ്ക്ക് ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. 30 വെള്ളിക്കാശിന് ഇന്ന് യേശുവിനെ വിറ്റ യൂദായുടെ അവസ്ഥ ഇവർ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ എന്നും പൈസയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ആർത്തി കാണിച്ച കൂലി കൊതിച്ച ബിലയാമിനെ പോലെ ഹല്ലേലൂയ നീ തട്ടിപ്പോവാനായിട്ടിടയായി. ഹല്ലേലൂയ ഇന്ന് എത്ര കോടി രൂപ ഉള്ള മനുഷ്യനാണെങ്കിലും ഹല്ലേലൂയ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അസ്ഥാനത്ത് ഒരു മുഴ വന്നാ മതി, അല്ലെ ഒരു കുരു വന്നാ മതി. ഹല്ലേലൂയ അവന്റെ ധനം ഒക്കെയും വൃദ്ധ ഹല്ലേലൂയ എല്ലാവരും കൊണ്ട് അനുഭവിപ്പാനിടയായി. നീ അനുഭവിക്കുന്ന കഷ്ടം വേറെ. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കളയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ദൈവസന്നിധി സത്യം ചെയ്ത് ഹല്ലേലൂയ ഉപേക്ഷിക്കണം. ഒരു കുടിയന്മാർക്കും ഹല്ലേലൂയ കള്ളുകുടി ഉപേക്ഷിക്കാൻ സാധിക്കാതിരിക്കത്തില്ല. ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുള്ള ഒരു കുടിയൻ ഈ ലോകത്തിൽ ഇല്ലായിരുന്നു. രാവിലെ 8 മണിക്ക് കുടിക്കാൻ തുടങ്ങിയ ഹല്ലേലൂയ മിക്കവാറും രാത്രി 12 മണിക്ക് ഗട്ടറിൽ നിന്നാ കയറി വരുന്നത്. എന്നെ വെളിയിലിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്. ഗട്ടറിൽ നിന്ന് കയറി വന്നു. ഞാൻ ഹല്ലേലൂയ ഇത് ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒരുത്തരുമില്ല. നമ്മൾ മനസ്സിൽ ജയമെടുക്കണം. നമ്മൾ മനസ്സാണ് ജയമെടുക്കേണ്ടത്. ഞാൻ ഒരു ദിവസം 4 പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നതാണ്. 4 പാക്കറ്റ് സിഗരറ്റ്. നാട്ടിൽ പോകുമ്പോ എല്ലാരും എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകുമ്പോ ഞാൻ മേടിച്ചോണ്ട് പോകുന്ന സിഗരറ്റ്, ഒരു പെട്ടി സിഗരറ്റ്. ഞാൻ വലിക്കുന്ന ബ്രാൻഡ് അവിടെ കിട്ടത്തില്ല. അങ്ങനെയുള്ള എനിക്ക് സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ വയ്യാത്ത ആരും ഈ ലോകത്തിലില്ല. മനസ്സിൽ ജയമെടുക്കണം. മനസ്സിൽ ജയം. അത് ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ കളിപ്പിക്കണം. അത് എടുത്തിട്ട് തിരുവത്താഴം എടുത്തു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാം. ഹല്ലേലൂയ മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് വേണം തിരുവത്താഴം എടുക്കാൻ. തിരുവത്താഴത്തിൽ കൈ നീട്ടിയിട്ട് ഹല്ലേലൂയ പോയി വീട്ടിൽ ചെന്ന് ഹല്ലേലൂയ പാത്രം വലിച്ചെറിയുകയും പാത്രം പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ഹല്ലേലൂയ ദേഷ്യപ്പെടും. ഈ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ ദേഷ്യപ്പെടാം. എന്നാൽ ഹല്ലേലൂയ കോപിക്കരുത്. സാന്ത്വന എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ കണ്ടമാനം കഷ്ടപ്പെട്ട മനുഷ്യനാണ്. പൈസ ഉണ്ടാക്കണം. ഏറ്റവും ഒടുവിൽ മോൾട്ടിയുടെ പഠിത്തം തീര സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേറുള്ളവരാ പൈസ 3-4 ലക്ഷം രൂപ. ഞാനത് ഉണ്ടാക്കി കൊടുക്കാൻ നേരം പറഞ്ഞു വേണ്ട, കൈവച്ചു. കർത്താവ് നോക്കിക്കോളും. കർത്താവ് ചെയ്തോളും. ഈ കുഞ്ഞിനെ വിടാൻ എവിടുന്ന് പൈസ, എന്തോ പൈസ, എങ്ങനെ പൈസ നോക്കി ഓർത്ത് വിഷമിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്. വാ തന്നവൻ ഇര തരാൻ ശക്തനാണ്. ഹല്ലേലൂയ പക്ഷെ ദൈവത്തെ മുന്നിൽ നിർത്തണം. ദൈവത്തെ പറ്റിക്കരുത്. ഹല്ലേലൂയ വിശ്വാസത്തോടെ ഹല്ലേലൂയ ദൈവത്തെ സേവിച്ചാൽ നിന്റെ ഏത് കഷ്ടത്തിൽ നിന്നും ദൈവം നിന്നെ വിടിവിക്കാൻ ശക്തനാണ്. നമ്മള് ഈ ദശാംശമൊക്കെ ചുമ്മാതെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്.
ആ വ്യവസ്ഥയൊക്കെ പാലിക്കണം. ശമ്പളം കിട്ടുമ്പോ വിചാരിക്കുമോ എന്തിനാ ദൈവത്തിന് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അതൊന്നും ശരിയായ കാര്യമല്ല. ആ ദശാംശം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ, ദൈവദാസന്മാർക്ക് വേലയും കൂലിയൊന്നും ഇല്ല. നമ്മൾ കൊടുക്കുന്ന അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ദൈവം കൊടുപ്പിക്കുന്ന, അതിൽ നമ്മൾ മോട്ടിക്കാതെ. അതാണ് മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ മോട്ടിക്കരുത്, അത് ദൈവത്തെ മോട്ടിക്കും. മിക്കവാറും ഞാനിവിടെ പാസ്റ്റർ സ്വതന്ത്രമായി ചെയ്യണം, അതിനകത്ത് മിക്കവാറും കാണുന്ന നോട്ട് 20-ന്റെ നോട്ട്. നീ ഒരാഴ്ച 200 രൂപയെ നീ ചെലവാക്കിയുള്ളൂ. നിന്റെ ജീവിതത്തിൽ 200 രൂപയെ നീ ഒരാഴ്ച ചെലവാക്കുന്നെങ്കിൽ 20 രൂപ കണക്കാ. ഹല്ലേലൂയ. കൊടുത്തിട്ട് മേടിക്കാൻ നോക്ക്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നുള്ള നിങ്ങൾ കണ്ടുപിടിക്കും. അല്ലെ നിന്റെ 2000 ഉണ്ടെങ്കിൽ നിനക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല. ഹല്ലേലൂയ. അത് 2 ദിവസം കൊണ്ട് തീർന്നു പോകും. അടുത്ത ആഴ്ച സ്വോത്രകാഴ്ചയുടെ അവിടെ പൈസയും കാണത്തില്ല. ഞാൻ എന്റെ കാര്യം പറയുന്നത്, എനിക്ക് ഇച്ചിരി പൈസ കിട്ടിയാൽ ഞാൻ ആദ്യം മാറ്റി വെക്കും 4 ഞായറാഴ്ചത്തേക്കുള്ള സ്വോത്രകാഴ്ച ഞാൻ മാറ്റി വെക്കും. ആ ദിവസം ആകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടാൻ ഇടയായി തീരരുത്. ഹല്ലേലൂയ. നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം. നമ്മൾ മിക്കവാറും നമുക്ക് കിട്ടിയത് തികയത്തില്ല. എത്ര കിട്ടിയാലും നമുക്ക് തികയത്തില്ല. നമ്മുടെ അതിമോഹം കാരണമാണ്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ, ഹല്ലേലൂയ, ഞാൻ ആ സിഗരറ്റ് വലി ഉപേക്ഷിച്ച പോലെ ഹല്ലേലൂയ കയ്യിലോട്ട് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോവുക, അങ്ങ് എനിക്ക് വഴികാട്ടി തരണമേ, ഇത് ഇനിയും തൊടുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇന്ന് വരെയും എനിക്കത് തൊടുവാനായിട്ട് ദൈവം എന്നെ സമ്മതിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ കാലൊടിയുന്നതിന്റെ മുന്നിലത്തെ ദിവസം തിരുവോണമായിരുന്നു. ഞങ്ങൾ വീട്ടില് ഞാൻ പൊട്ടിച്ച കുപ്പി എന്ന് പറഞ്ഞാൽ 8 ഫുൾ കുപ്പിയാണ് ഞാൻ പൊട്ടിച്ചത്. എന്റെ കൂട്ടുകാരെല്ലാം വന്നു. ഈ അതിന്റെ പിറ്റേ ദിവസം ഞാൻ വീണു, എണിയെന്ന് വീണു. വീഴുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹാങ് ഓവറും ഇതെല്ലാം കൂടെ ഹല്ലേലൂയ ദൈവം എന്നെ അങ്ങ് വട്ട ഓടിച്ചു. ഹല്ലേലൂയ. എത്ര കിട്ടിയാലും കള്ള് മേടിക്കണം ഈ ഒരു ചിന്തയുള്ളൂ. അന്ന് എന്റെ അമ്മ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അമ്മയ്ക്ക് 5 പൈസ അയച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുടിയന്മാരുടെ സ്വഭാവം അത്. അവരുടെ മനസ്സിനെ, അവരുടെ സന്തോഷത്തെ ഒലിപ്പിക്കാൻ വേണ്ടി ഹല്ലേലൂയ അവർക്ക് കുടിച്ചുകൊണ്ടിരിക്കണം. കുടിച്ചു കഴിയുമ്പോൾ വലിക്കണം. നമ്മൾ ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവ് ഹല്ലേലൂയ. ഉപേക്ഷിച്ചതിനെ എടുക്കുന്നവൻ ഹല്ലേലൂയ നായുടെ കൂട്ടാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നീ ഒരു കാര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് ഉപേക്ഷിച്ചു പോയി. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഒരു പുതിയ സൃഷ്ടിയായി ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യവും പറയാൻ ആഗ്രഹിച്ചല്ല ഞാൻ ഇവിടെ നിന്ന് പ്രാവശ്യം പറയുന്ന ഇന്നത്തെ വചന ശുശ്രൂഷ. അത് കർത്താവ് ഹല്ലേലൂയ എന്റെ മനസ്സിൽ ഇന്ന് ഓർപ്പിക്കുന്നു. എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർപ്പിക്കുവോ, ഇത് പറ. നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ മുഖമാണ് നോക്കുന്നത്, എന്നാൽ അവരുടെ ഹൃദയങ്ങളെ നോക്കുന്ന കർത്താവ് ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം ഹല്ലേലൂയ ഹല്ലേലൂയ വിടുതൽ നമ്മൾ പ്രാപിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കണം ആ ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെട്ടു. ഹല്ലേലൂയ. കളയാൻ ഉള്ളത് ഹല്ലേലൂയ പൂർണ്ണമായി ഹല്ലേലൂയ കുടിയും വലിയും മാത്രമല്ല ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് തെറ്റിക്കുന്ന, ഞാൻ ഇപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന കർത്താവേ, ഇനി എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്ന പാപം ഹല്ലേലൂയ എന്റെ ജീവിതത്തിലുണ്ടോ? ഇനി എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്ന പാപം എന്റെ ജീവിതത്തിലുണ്ടോ? കർത്താവേ അത് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. പരസ്യമായിട്ട് പറയേണ്ടതാണെങ്കിൽ പരസ്യമായിട്ട്, രഹസ്യമായി പറയേണ്ടതാണെങ്കിൽ രഹസ്യമായിട്ട് എന്റെ കർത്താവേ അങ്ങനെ നിന്ന് കർത്താവേ മോശം ലഭിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇനി അധികം കാലമൊന്നും നമുക്കില്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ വീടിന്റെ പണി എല്ലാം കഴിഞ്ഞു മിനുക്കുപണി നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ സ്ഥലം ഹല്ലേലൂയ ഓക്കെ എന്ന് കർത്താവ് മുദ്ര അടിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ.
ഞാൻ വാസന ഞാൻ ഒരു ഇത് അയച്ചു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ 35 വയസ്സുകാരൻ ഒറ്റ ഇരിക്ക് തിന്നുന്നത് ഹാലലിയ 2.5 കിലോ ബീഫും വേറെ ഏതാണ്ട് അവന്റെ തീറ്റയുടെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. 35-ാം വയസ്സ് ഈ ലോകം വിട്ടു. അങ്ങനൊക്കെ ആണെങ്കിൽ ഹാലലിയ എത്ര പ്രാവശ്യം ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പിശാച് ശ്രമിച്ചിട്ടും എന്റെ ദൈവം എന്നെ കരങ്ങളിൽ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കിഡ്നിയില്ലാത്ത സുജസിസ്റ്ററും ഹല്ലേലൂയ, ഒരു കാലിന് സുഖമില്ലാത്ത ഇതുവരെ ഒക്കെ ഹല്ലേലൂയ ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം ഓരോരുത്തരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ആ കാണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ പാപിയായിരുന്ന എന്നെ സ്നേഹിച്ചിട്ട് ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ വിടുവിച്ച് ഇന്ന് നിർത്തിയിരിക്കുക. കർത്താവിന്റെ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് കർത്താവ് ഇതൊക്കെ സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പറയുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ശൂന്യകാരി പറഞ്ഞതുപോലെ പറയുവാനായിട്ട് ഓരോരുത്തരും നമ്മളെ പറ്റി പറയുവാൻ ഇടയായി തീർന്നു. ഈ വഴിയെ പോകുന്ന ആ മനുഷ്യൻ ഹല്ലേലൂയ ഒരു ദൈവഭക്തനെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ ഒരു ഭക്തനാണെന്ന് നമ്മൾ പറയുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവം ഇന്ന് ഈ നല്ല വചനങ്ങൾ നമുക്ക് ഓരോരുത്തരെ നമ്മളെ സന്തോഷിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ എന്തെങ്കിലും അല്ലെങ്കിൽ കുറ്റമുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധി ഹല്ലേലൂയ അന്ന് ഏറ്റു പറയുന്നവന് ഇന്ന് ഹല്ലേലൂയ പരിപൂർണമായി ദൈവം ക്ഷമിക്കുമെന്ന് ഞാൻ അറിയുന്നു. കാരണം ദൈവം ഇതിൽ കൂടെ സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ഹല്ലേലൂയ ക്ഷമ. ഏറ്റു പറഞ്ഞ് ഹല്ലേലൂയ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്യമായിട്ട് പറയാനൊക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ മുട്ടിന്മേൽ ഹല്ലേലൂയ നിന്നുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. കർത്താവേ, എലീശ ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ കാണുന്ന ആനയുടെ തുമ്പിക്കൈയും അതൊക്കെ വെച്ചിരിക്കുന്ന ദൈവമല്ല നമ്മുടെ. അതാണ് അവർ ദൈവം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കീഴേ പോയാലേ അവർക്ക് ഹല്ലേലൂയ എന്തെങ്കിലും വിടുതലുള്ളൂ. നമ്മുടെ ദൈവം അങ്ങനല്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് ആ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമുക്ക് ദർശനം തരും. ഹല്ലേലൂയ. നീ പഠിത്തമില്ലാത്തവനായിക്കൊള്ളട്ടെ ഹല്ലേലൂയ. പത്രോസേ, നിനക്ക് എത്ര ലേഖനം എഴുതുവാൻ ദൈവം കൃപ നൽകി. വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് പറയുന്നത്. എത്ര എഴുതി? നമുക്കൊരു പാട്ട് എഴുതാനായിട്ട് ഒരു കഴിവുണ്ടോ? ഒരു 50 ദൈവവാക്യം പറയുവാനായിട്ട് നമുക്ക് കഴിവുണ്ടോ? എല്ലാവരും ഡിഗ്രിയുള്ള ഡോക്ടർ തൊട്ട് എല്ലാ ഡിഗ്രി ഉള്ളവരും ഇവിടെ ഉണ്ട്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളത് ഉപേക്ഷിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരുന്നാൽ നിന്റെയും നിന്റെ തലമുറയൊക്കെ ദൈവം അനുഗ്രഹിക്കാൻ ശക്തനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മളാണ്. നമ്മുടെ പ്രാർത്ഥന എവിടെ കുറഞ്ഞിട്ടുണ്ട്. ലോക ചിന്ത നമ്മളെ ഭരിക്കുന്നു. ഇത് ഉപേക്ഷിച്ച് ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധിയിലായിരുന്നാൽ ഹല്ലേലൂയ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടിവിപ്പാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഈ സമയത്ത് ഇവിടെ വീണു ഹല്ലേലൂയ ജീവൻ പോയാൽ അത് നിത്യതയിലായിരിക്കും. നമ്മൾ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ നീ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നതല്ല. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഉറപ്പുവരുത്തണം. എന്നാൽ ഇവർക്ക് അല്ലെങ്കിൽ ബോംബെക്ക് പോകണമായിരുന്നു. ഗ്രേസ് വീട്ടിലിരിക്കുമ്പോൾ തന്നെ മൊബൈലിൽ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ടിക്കറ്റ് ഉറപ്പ് ചെയ്യുവാൻ നമ്മൾ ശക്തരായിരിക്കണം. ദൈവം എത്ര വലിയവന്. നമ്മൾ രുചിച്ചതിപാടും ദൈവം നല്ലവനെന്ന് പറയുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ആ ശൂന്യകാര്യത്തിലൂടെ നമുക്ക് പറയുവാൻ ഹല്ലേലൂയ അവന്റെ മകൻ മരിച്ചു പോയെങ്കിലും ഹല്ലേലൂയ അവിടെ വിശ്വാസം കാരണം അവന്റെ മകനെ ദൈവം തിരിച്ചു കൊടുക്കാനായിട്ട് ഇടയായി. വിശ്വസിക്കുന്നവർക്ക് നടക്കത്തുള്ളൂ. അവിടെ ഇട്ടിട്ട് ആ കുഞ്ഞിന് മരിച്ച ശരീരം അവിടെ നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മളെല്ലാം കിടന്ന് അലമുറയിടത്തേ ഉള്ളൂ. അവൾ ആ ശവം അവിടെ ഇട്ടിട്ട് ഹല്ലേലൂയ ഒരൊറ്റ വിടിയില്ല ഹല്ലേലൂയ ദൈവദാസന്റെ അടുക്കൽ
നോക്കേണ്ടവരിലേക്ക് നോക്കിയാൽ മാത്രമേ ഹല്ലേലൂയ നിന്റെ ഭവനത്തിൽ വിടുതൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, അവന്റെ മകനെ തിരിച്ചു കൊടുക്കാൻ ദൈവം ശക്തനായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്ര വലിയ ദൈവത്തെയാണ് നമുക്ക് സേവിപ്പാൻ. നമ്മൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഏത് കഷ്ടങ്ങൾ നമ്മളെ വിടിയിപ്പാൻ ആ ദൈവം ശക്തനാ. ഹല്ലേലൂയ, വീണു പോകാതെ താണു പോകാതെ നമ്മളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. ഹല്ലേലൂയ, എന്റെ ഭക്തനെ ആരെങ്കിലും തൊടണമെങ്കിൽ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്ന പോലെയാണ്. ഹല്ലേലൂയ, അത്ര വലിയ പറഞ്ഞ പാസ്റ്റർ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ അറിയുന്നില്ല. 1000-ആയും 10,000-10,000-ആയും ദൂതന്മാരെ അയച്ച് നമ്മളെ കാവൽ കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഒറ്റ ദൂതൻ ഇറങ്ങി പാളയത്തിൽ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ മരിച്ചു വീണത് 1,85,000 പേർ. ആ നമുക്കാണ് 1000-ആയും 10,000-10,000-ആയും ദൂതന്മാരെ നമ്മൾക്ക് തന്നിരിക്കുന്ന. ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരുന്ന ഞാൻ അവനെ വിളിക്കും. എന്റെ വചനം അറിയാൻ ഞാൻ അവനെ ഹല്ലേലൂയ ഉയർത്തും. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ, സാന്ദ്രമോളെ കോളേജിൽ വിടാൻ പോവാ. ഹല്ലേലൂയ, അവൾക്ക് അവളെ ഭയങ്കര വേവലാതി അപ്പനും അമ്മയും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള സേഫ് ആയിട്ടുള്ള പൈസ അവരുടെ ഇല്ല. എന്നാൽ എന്റെ ദൈവമോ നമ്മുടെ സകല കഷ്ടത്തിൽ നിന്നും നമ്മളെ വിടിവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തെ സേവിപ്പാൻ പരിപൂർണ മനസ്സോടെ പരിപൂർണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ, അവന്റെ സന്നിധിയിൽ വിഷയങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും ഭാരങ്ങൾ മാറ്റി തരുന്നത് ഹല്ലേലൂയ കർത്താവ്. ഹല്ലേലൂയ, കർത്താവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ നിരന്തരം അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, കർത്താവേ ഇന്ന ഡേറ്റായി, ഇന്ന ഡേറ്റായി, ഇന്ന ഡേറ്റായി, ഈ വർഷം തീരാൻ പോകുന്നു, ഈ വർഷത്തിന് ഇനി ഇത്ര ദിവസമേ ഉള്ളൂ കർത്താവേ. ഹല്ലേലൂയ, അങ്ങനോട് വാഗ്ദത്തം ചെയ്തതാണ്. ഹല്ലേലൂയ, അത് തരുവാൻ അങ്ങ് ശക്തനാണ്. ഹല്ലേലൂയ, അബ്രഹാം പോയി മോനെ കൊണ്ട് കയറി അങ്ങ് പോയി. മോനെ കൊണ്ട് കയറിപ്പോയി എപ്പോഴും ചോദിക്കുന്നുണ്ട്, ആടെവിടെ, ആടെവിടെ, ആടെവിടെ. ഹല്ലേലൂയ, യഹോവ കരുതിക്കൊണ്ടു. ഹല്ലേലൂയ, അവന്റെ സ്വന്തം ജീവൻ പോകേണ്ട സ്ഥാനത്ത് കർത്താവ് പറഞ്ഞ അതേ കാര്യം കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, അബ്രഹാമേ നീ ബാലന്റെ ഹല്ലേലൂയ കൈവെക്കരുത്. ഹല്ലേലൂയ, അവൻ എനിക്കുള്ളവനാ, എന്റെ വാഗ്ദത്ത സന്തതിയാവൻ. ഹല്ലേലൂയ, അവനെ ഹല്ലേലൂയ കൊല്ലുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, കയറിപ്പോയത് സങ്കടത്തോടാണെങ്കിൽ ഇറങ്ങി വന്നത് വളരെ സന്തോഷത്തോടാണ്. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ വലിയ പ്രയാസങ്ങൾ നീ തന്നെ കയറി പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വലിയ സങ്കടത്തോടെ ഇറങ്ങേണ്ടി വരും. എന്നാൽ ഹല്ലേലൂയ കർത്താവിനെ വിശ്വസിച്ച് കയറിപ്പോയെന്ന അബ്രഹാം ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ പാട്ടോടും വാർപ്പോടും കൂടെ തിരിച്ചിറങ്ങുവാൻ ഇടയായത്. ഹല്ലേലൂയ, ഇതൊക്കെ എഴുതിയിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഇത്ര വലിയ ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഏത് കാര്യം പറഞ്ഞാലും ഹല്ലേലൂയ നമ്മുടെ ദൈവം നമുക്ക് സാധിച്ചു തരും. എന്നാൽ ഹല്ലേലൂയ നീ അതിനുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്നെ കാക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഭാവം മാറും, രുചി മാറും. ഹല്ലേലൂയ, അതിന്റെ സകലം മാറും. ഹല്ലേലൂയ, അത് വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത്രയും ദിവസം അവിടെ കൽപാത്രം വെളിയിൽ കാല് കഴുകാൻ വെള്ളം കോരി വെക്കുന്നതായിരുന്നു. എന്നാൽ അത് അകത്തോട്ട് പോയി കഴിയുമ്പോഴല്ലോ, കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് അത് മാറ്റി വെച്ച് കഴിയുമ്പോഴല്ലോ അതിന്റെ സകല രുചിയും മാറും, അതിന്റെ ക്വാളിറ്റി എല്ലാം മാറും. ഹല്ലേലൂയ, എല്ലാവരെയും രസിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, നീ ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഹല്ലേലൂയ നിന്ദിതനാണോ? നിന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നീ എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു മരമായി തീരുവാൻ നിന്നെ ദൈവം സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന്റെ എല്ലാ കുട്ടികൾക്കായി സ്തോത്രം ചെയ്യും. ആമേൻ. താങ്ക്സ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട്. അടുത്ത ആഴ്ച യൂത്ത്സിന്റെ മീറ്റിംഗ് ഉണ്ട്. യൂത്ത്സുകാരെല്ലാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് വരാം. കൂടാതെ ഒരു സുരേഷ മന്നപ്പുഴ കാര്യം ഓർത്തെ, ആർക്കെങ്കിലും ഭർത്താക്കന്മാരെ കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കാം. ചത്തി കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ നല്ല അച്ഛനായിരുന്നു, എന്റെ അച്ഛൻ കൊച്ചച്ചായനായിരുന്നു, എന്റെ അച്ഛൻ സ്നേഹമുള്ളതൊന്നും പറയാൻ എനിക്ക് ആർക്കും നയിക്കുക തരത്തില്ല. അധിക ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ചത്തി കിടക്കുന്നെങ്കിൽ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് അത് പറയുന്നതായിരിക്കും. അതുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം. ഞങ്ങളുടെ അച്ഛൻ എന്തായിരുന്നു, നല്ല അച്ഛനായിരുന്നു. പാട്ട് പാടി പ്രാർത്ഥിക്കും.
സിയോൻ സൈന്യമേ ഓടാതെ ഒരു ദുർനിജയാമെടുത്തോരു പ്രാപിപ്പാൻ സിയോൻ സൈന്യമേ